ഒരാളെ പുറത്ത് കയറിയെന്ന് അറിഞ്ഞാലും ചവിട്ടില്ല, കയറി ഇറങ്ങി അങ്ങ് പോകാൻ. ചവിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊല്ലത്തുള്ള ഒരു ആർട്ടിയാണ്, ജോലിയായിരിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമല്ലോ. എന്നോട് പറഞ്ഞു സാറേ അങ്ങനെ പിടിച്ചിട്ടാൽ എവിടെ കൊണ്ടിടും? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ടിപ്പർ ലോറികൾക്ക് മാത്രം ഫൈൻ അടിച്ചത് 86 ലക്ഷം രൂപയാണ്. 9 വണ്ടി പിടിച്ചു, 9 വണ്ടിയിലും സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ ജീവനാണ് ലോറി പൊളിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ ടിപ്പർ ലോറികൾ ഇടിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇവരെ ഓവർലോഡാണെന്ന് പറഞ്ഞു. പലപ്പോഴും ഈ ബസ് ഉടമകൾ തമ്മിലുള്ള തർക്കമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലെത്തുന്നത്. എന്റെ വണ്ടി ചെറുതാണെങ്കിൽ വേറൊരുത്തം കുറച്ചുകൂടെ ലോഡ് കൊണ്ടുപോകുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള വഴക്കാണ് കോടതിയിലെത്തുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ധരിച്ചിരിക്കുന്നത് ലോഡാണ് ഇതിന്റെ അപകടത്തിന്റെ കാരണം, ലോഡല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരവും എല്ലാ വണ്ടിയിലും സ്പീഡ് ഗവർണർ ഉണ്ട്. നിർമ്മിക്കുമ്പോൾ തന്നെ വേണം. അതിന് നിശ്ചിത സ്പീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഊരിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 4-5 ദിവസമായി ഞാനിവിടെ ഇല്ലാത്തപ്പോൾ തന്നെ ഞാൻ ശ്രീ പ്രമോജ്, അദ്ദേഹം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂടിയാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞനുസരിച്ച് ഒരു ഡ്രൈവ് കേരളത്തിൽ നടത്തി. 4 ദിവസത്തെ ഡ്രൈവ്. ഞാൻ വാളകത്തെ വീട്ടിന്റെ അവിടെ നിന്ന് ഒരു വണ്ടി ഓടിച്ച് ബസ് ഓടിച്ച് അങ്ങോട്ട്, സ്കൂൾ ബസ് ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ടിപ്പർ ലോറി എല്ലാം ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു ആ ഒരു ഭാഗത്തേക്ക്. അപ്പൊ ഞാൻ വെച്ചപ്പോൾ ഇതിനെ സ്കൂൾ ബസ്സിനെ 50 വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് 70-80 ഇങ്ങനെ പോകണമല്ലോ. അന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ആർട്ടിയോട് പറഞ്ഞു വണ്ടി പിടിക്കാൻ. 9 വണ്ടി പിടിച്ചു, 9 വണ്ടിയിലും സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ടിപ്പർ ഉടമകളും ഡ്രൈവർമാരും മനസ്സിലാക്കുക, പെട്ടെന്ന് തന്നെ ആ സ്പീഡ് ഗവർണറെ തിരിച്ചു പിടിപ്പിച്ചുകൊള്ളുക. ആദ്യഘട്ടം ഞങ്ങൾ വണ്ടി പിടിച്ചു. ഒരു ദിവസം നിങ്ങളെല്ലാം മാധ്യമങ്ങളോട് മനസ്സിലാക്കണം, ഒരു ദിവസം 260 വണ്ടിയാണ് പിടിച്ചതിൽ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാൻ, ടിപ്പർ ലോറിയുടെ ചേസ് ചെറുതാണ്, ലോഡ് വലുതാണ്, പവറുമുണ്ട്. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ്, വളരെ ഈസിയാണ്. AC ഇട്ടാണ് പോകുന്നത്. പെട്ടെന്ന് ചവിട്ടിയാൽ കിട്ടൂല, അപ്പൊ ചവിട്ടൂല. ഒരാളെ പുറത്ത് കയറിയെന്ന് അറിഞ്ഞാലും ചവിട്ടില്ല, കയറി ഇറങ്ങി അങ്ങ് പോകാൻ. ചവിട്ടിയാൽ ഇത് മറിയും, വെട്ടി ഒഴിച്ചാൽ ഇത് മറിയും. പക്ഷെ വെട്ടി ഒഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ വെട്ടി ഒഴിച്ചാൽ മറിയും. അതിന്റെ കൂടെ ഓവർലോഡുമാണ്. ചേസസ് വളരെ ചെറുതാണ്, കൺട്രോൾ വളരെ കുറവാണ്. കാരണം ബസ് ഓടിക്കുന്ന പോലെയല്ല. ബസ്സിനൊരു പിടുത്തമുണ്ട് റോഡിൽ, മറ്റേ ഒരു പിടുത്തമില്ല. അതിൽ ലോഡ് കയറിയിരിക്കുകയാണ്. ലോഡ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി നിന്ന് വിട്ടുപോകും. അവരാണ് സ്പീഡിൽ ഓടിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കുക, 4 ദിവസം കൊണ്ടുള്ള ഡ്രൈവിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ടിപ്പർ ലോറികൾക്ക് മാത്രം ഫൈൻ അടിച്ചത് 86 ലക്ഷം രൂപയാണ് കേരളത്തിൽ. അതിൽ പ്രധാന കുറ്റകൃത്യം ഓവർലോഡല്ല, ഈ വണ്ടിയുടെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞേക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല, സ്പീഡ് ഗവർണർ ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി. അപ്പൊ എന്നോടൊരു RTO ചോദിച്ചു, ചെയ്യാതിരിക്കാൻ വേണ്ടി കൊല്ലത്തുള്ള ഒരു RTO, ജോലിയായിരിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമല്ലോ. എന്നോട് പറഞ്ഞു സാറേ അങ്ങനെ പിടിച്ചിട്ടാൽ എവിടെ കൊണ്ടിടും? ഞാൻ പറഞ്ഞ ടാർട്ടർ റോഡിൽ നിന്ന് ഒരു 10 മീറ്റർ മാറ്റി അങ്ങോട്ട് ഇട്ടാൽ മതി. അല്ല, ടാർട്ടർ റോഡിന് അടുത്ത് വന്നാലേ കുഴപ്പമുള്ളൂ. ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് മാറ്റി അവിടെ ഇട്ട് പൂട്ടുക. ആരും എടുത്തോണ്ടൊന്നും പോകില്ല. ഈ 40 ടൺ പറയും ഈ വണ്ടിയും കൂടെ ആരും എടുത്തോണ്ട് പോകില്ല. അവിടെ ഒതുക്കിയിട്ട് പൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ ഒതുക്കിയിട്ട് പൂട്ടി. എന്തിനാ? വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് ഇത് റീകണക്ട് ചെയ്തതിന് ശേഷമേ വണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല. അല്ലാതെ വിട്ടുകൊടുത്താൽ ഉദ്യോഗസ്ഥന് വരുന്ന നടപടിയാണ്. അത് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായി. വണ്ടി ഇത്ര മീറ്റർ മാറ്റിയിടണം, മാറ്റിയിട്ടിട്ട് ഇത് തിരിച്ചു പിടിപ്പിക്കണം. ഏതെങ്കിലും കമ്പനിക്കാരൻ ഔദ്യോഗികമായി ഇത് മാറ്റിക്കൊടുത്തതാണെങ്കിൽ അവന്റെ ഡീലർഷിപ്പ് കട്ട് ചെയ്യാനുള്ള ശുപാർശ എഴുതി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അയക്കണം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡീലർഷിപ്പ് കട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ ഏതെങ്കിലും വ്യാജന്മാർ ഇത് സോഫ്റ്റ്വെയർ വെച്ച് മാറ്റിക്കൊടുത്തതാണെങ്കിൽ, ഇപ്പൊ സോഫ്റ്റ്വെയർ വഴിയാണ് മാറ്റിക്കൊടുത്തതാണെങ്കിൽ ആ വ്യാജനെ പിടിച്ച് പോലീസിന് കൊടുക്കുകയും ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഉത്തരവാണ്. ഇതെല്ലാം വളരെ വളരെ വ്യക്തമാണ്. ഇത് വായിച്ചു നോക്കി അങ്ങ് ചെയ്താൽ മതി. എവിടെ വണ്ടി ഇടണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ടാർട്ടർ റോഡിൽ നിന്ന് ഒരു 10 മീറ്റർ ഉള്ളിലോട്ട് മാറ്റി എവിടെ വേണം ഇടാം. റോഡിന്റെ പക്കത്ത് കൊണ്ടിട്ട് അപകടം ഉണ്ടാക്കിയിട്ട് അത് മന്ത്രി പറഞ്ഞിട്ടാന്ന് പറയരുത്. അതുകൊണ്ട് 10 മീറ്റർ മാറ്റിയിടാൻ പറഞ്ഞു. അങ്ങോട്ടാരും ചെല്ലത്തില്ലല്ലോ. ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ മന്ത്രിക്ക്? അപ്പോൾ ഒരു ന്യായം കണ്ടുപിടിക്കുമോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാതിരിക്കാൻ വേണ്ടി. അതൊന്നും ഇനി നടക്കത്തില്ല. ആ പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം.